ഇത് നമ്മളെ സുഹൃത്ത് ചെയ്തൊരു വീടാണ്. ഇത് ഡൽഹരി ചാമ്പ. ഇത് കാഴ്ച പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ജപ്പാൻ ഗുവ. പൂട്ട് തായ് ജംബോ സപ്പോട്ട ഉണ്ടോ? കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് തായ് ജംബോ സപ്പോട്ട. ഇതൊരു 200 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 200 സ്ക്വയർ ഫീറ്റിൽ പുല്ല് വെക്കലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സും ഉണ്ട്. രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നമ്മൾ ചെയ്തൊരു പ്ലാന്റേഷൻ ചെയ്ത സ്ഥലമാണിത്. ഇവിടെ നമ്മളൊരു 75-80 പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ഏകദേശം 8 മാസം മുമ്പിനെയാണ് ഇത് ചെയ്തത്. ഇത് ഡൻസൂര്യ കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം. നമ്മൾ വെച്ച് പിടിപ്പിച്ച തൈകളിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുക എന്നുള്ള പേര കഴിച്ചു, റംബുട്ടാൻ കഴിച്ചു, മാവ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. നമസ്കാരം. ഞാനിന്ന് നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ അവിടെയാണ്. ഉണ്ണിച്ചേട്ടൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഗാർഡൻ്റെ വീഡിയോസ് ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്, ആരണിക എന്ന് പറഞ്ഞ ഗാർഡൻ. പക്ഷെ ഇന്ന് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു അത്യാവശ്യം ഒരു 3000 സ്ക്വയർ ഫീറ്റിലൊരു വീടാണ്. ഇതിൻ്റെ ചുറ്റും പുള്ളി ഫ്രൂട്ട്സ് പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം വരുന്നത് എടപ്പാളാണ്. എടപ്പാളിലുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത് നമ്മളെ സുഹൃത്ത് ചെയ്തൊരു വീടാണ്. പുള്ളിയുടെ അവര് ഇതിൽ സ്ഥലം കുറവാണ്. കുറച്ച് ഗാർഡനും കുറച്ച് പ്ലാന്റും. മെയിനായിട്ട് ഗാർഡനാണ് കൂടുതൽ. പിന്നെ കുറച്ച് ഗ്രാസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അതെ സ്റ്റാർട്ടിങ്. ഇതിന്റെ ഇടയിൽ പുല്ല് വരും. ഇതിന്റെ ഇടയിൽ അതെ ഷീറ്റാണ്. പേൾ ഗ്രാസ്. ഇതെന്താ പേൾ ഗ്രാസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെതല് വരില്ല, ചീച്ചില് വരില്ല, പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്. ഇത് ഡൽഹരി ചാമ്പ. ഇത് കാഴ്ച പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ചെറിയാണ്. ഇത് അവരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു ചെറിയാണ്. അപ്പൊ അത് വെക്കാൻ പറഞ്ഞപ്പോ അവര് പിന്നെ ഈ കാണുന്നത് അബിയു വലിയ പ്ലാന്റ് ആണ്. പ്രാവശ്യം പൂവിട്ട് പോയ പ്ലാന്റ് ആണ്. ഇത് സ്ക്വയർ ഫീറ്റ് ആണ്? അതെ, സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണത്? ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് 25 രൂപ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. 25 പിന്നെ മെയിൻ്റെനൻസ് നമുക്ക് അവർ പറയുന്ന സമയത്ത് മെയിൻ്റെനൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോ ചെയ്ത് കൊടുത്ത എല്ലായിടത്തും നമ്മൾ മെയിൻ്റെനൻസ് അവർ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ്റെനൻസ് നമ്മൾ പണിക്കാരായിട്ട് പോകും. ആ പണിക്കാരെ കൂലി മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇത് ജപ്പാൻ ഗുവ. പൂട്ട്. ഇത് തായ് ജംബോ സപ്പോട്ട ഉണ്ടോ? കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് തായ് ജംബോ സപ്പോട്ട. റൂബി റെഡ്. ഇത് കാഴ്ച പ്ലാനാണ്. ഞാൻ ഇത് എന്താ ഇവിടെ വെക്കാൻ കാരണേ റെഡിഷ് ആണ്, കാണാനും ഭംഗിയാണ്. ചവിട്ടി മടക്കണവരെ മടക്കിയിട്ട് അങ്ങോട്ട് ഇടാണ്. അതെ. ഇത് നമ്മള് മറ്റേത് ബുദ്ധിമുട്ടാണ്. ഇതൊരു ഷീറ്റായിട്ട് വരുന്നതാണ്. അപ്പൊ നേരെ പിന്നെ അതിന്റെ പേര് മണ്ണി പിടിച്ചോളൂ. മണ്ണി പിടിക്കും. അത് ഒരു കുഴപ്പമില്ല. ഇതിന് വളമൊക്കെ എല്ലതും ഉണ്ട്. നമ്മൾ വളം ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇത് എന്തോരം സ്ക്വയർ ഫീറ്റ് ഗാർഡന്റെ സെറ്റ് ചെയ്യുന്ന? ഇതൊരു 200 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 200 സ്ക്വയർ ഫീറ്റിൽ പുല്ല് വെക്കലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ ഗാർഡന്റെ പ്ലാന്റും ഉണ്ട്. രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇത് ഫ്രണ്ട് ഏരിയ ഉണ്ട്, കുറച്ച് ഒരു ബാക്കിലുണ്ട്, സ്ഥലം കുറവാണ്. അതെ, റംബുട്ടാൻ. ഇതൊക്കെ ബാക്കിലോട്ടായിരിക്കും. ബാക്കിൽ ഇതാ കലാത്തിയ ലൂട്ടിയ. അതെ, കലാത്തിയ ലൂട്ടിയ അങ്ങനെയാണ് അതിന്റെ പേര്. അതെ, കലാത്തിയ ലൂട്ടിയ. അതെ, 2 കളറിലാണ്. അത് ഒറ്റ കളറുള്ളൂ. ഇത് ലേശോട് കാണാൻ ഭംഗിക്ക് വേണ്ടിട്ടേ ഈ ഫ്രണ്ടില് കണ്ട. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ കുറച്ചുള്ള സ്ഥലത്ത് നമ്മളെല്ലാവരും ഒരു ചെറിയ പ്രശ്നം എന്താ, നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ കൃത്യമായി പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ ചെയ്യുന്ന ആളല്ലേ വയ്ക്കും. പക്ഷെ നമ്മൾ 10 സെൻറ്റായാലും 20 സെൻറ്റായാലും 5 സെൻറ്റായാലും വെച്ചു കൊടുക്കും. നമുക്കത് അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് ശരിക്കും എടപ്പാളിന്ന് വരുന്ന വഴിയല്ലോ? എടപ്പാളിന്ന് വരുന്ന വഴി, എടപ്പാൾ പൊന്നാനി റൂട്ട്. ഓക്കെ. പിന്നെ ഇവർ മെയിൻ്റനൻസ് ഇവർ തന്നെ വന്ന് ചെയ്തത്. ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വീടൊക്കെ അടച്ചിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങൾ വന്ന് ചെയ്തു കൊടുക്കുകയും. ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ കാസർഗോഡ് ഇപ്പോൾ ഞങ്ങൾ 5 ഏക്കർ സ്ഥലത്ത് ചെയ്തു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ, അതിന് 2 മാസം മുമ്പേ ചെയ്തു കൊടുത്തു. അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ വളം ഇടലോ ഒക്കെ ഞാൻ എൻ്റെ സുഹൃത്ത് മാനപ്പിയും കൂടി, നമ്മൾ സുഹൃത്താണ്, പോയി ചെയ്തു കൊടുത്തു. അപ്പോൾ നമ്മൾ എവിടെ പോയാലും കാസർഗോഡല്ല തിരുവനന്തപുരം വരെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് പ്ലാന്റ് ആയാലും വേണ്ട, ഈ ഗാർഡൻ ആണെങ്കിൽ ഗാർഡൻ, ഏതായാലും ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ്. ഓക്കെ, അത് ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്തൊരു പ്ലാന്റേഷൻ ചെയ്ത സ്ഥലമാണിത്. എടപ്പാള് ഒട്ടക്കുളം പഞ്ചായത്ത് ഭാഗത്താണ്. ഇത് കണ്ടനാമ ഭാഗത്താണ് സ്ഥലം. ഇവിടെ നമ്മളൊരു 75-80 പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ
നമ്മൾ ഏകദേശം 8 മാസം മുമ്പിനെയാണ് ഇത് ചെയ്തത്. ചെയ്യാൻ കാരണം നമ്മളൊരു സുഹൃത്ത് ഈ പ്ലാന്റേഷൻ ഏൽപ്പിച്ചാൽ 8 മാസം മുമ്പേ ഏൽപ്പിച്ചതാണ്. CPMൻ്റെ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പാറക്കൽ, പുള്ളിയുടെ അവരുടെ ജ്യേഷ്ഠൻ്റെ സ്ഥലമാണിത്. അവർ കോയമ്പത്തൂർ സെറ്റിലാണ്. അപ്പോൾ അവർക്ക് ഈ സ്ഥലം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ഒന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീജ പാറക്കൽ നമ്മളൊപ്പം ഉണ്ട്. ഈ പ്രോപ്പർട്ടി ഏട്ടൻ്റെയാണ്. യാദൃശ്ചികമായിട്ട് സ്ഥലം വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാലടി പഞ്ചായത്തിൽ തന്നെ ആനിക്കര റോഡിനുള്ള ഭാഗത്താണ് സ്ഥലം കിട്ടിയുള്ളത്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഏട്ടന് ഏറ്റവും കൂടുതൽ ആവശ്യം മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏട്ടൻ വന്നത്. യാദൃശ്ചികമായിട്ടാണ് ഉണ്ണിയേട്ടനെ പരിചയപ്പെട്ടത്. അവരുടെ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ തൈകൾ കണ്ടപ്പോൾ ഏട്ടന് വലിയ ഇഷ്ടമായി. അപ്പോൾ അത്രയും വലിയ നല്ല തൈകൾ തന്നെ നമ്മളെ പറമ്പിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടാണ് നമ്മൾ ഈ പറമ്പുകൾ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. നല്ല തൈകൾ തന്നെയാണ്, ഒട്ടും മോശമില്ല. അപ്പോൾ ഈ കാലക്രമേണ ഇത് മുഴുവൻ എല്ലാ മേഖലയിലും തൈകൾ വെച്ചിട്ട് നല്ലൊരു പ്ലാന്റാക്കി തീർക്കണം എന്നാണ് ഏട്ടൻ്റെ അപ്പോൾ അതിൽ കായ്ച്ചതുണ്ട്. കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം. നമ്മൾ വെച്ച് പിടിപ്പിച്ച തൈകളിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുക എന്നുള്ളതാണ്. പേര കായ്ച്ചു, റംബുട്ടാൻ കായ്ച്ചു, മാവ് എല്ലാം കായ്ച്ചു കഴിഞ്ഞു, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളം ചെയ്യാനാണ് നമ്മൾ വന്നുള്ളത്. പിന്നെ 1-2 പ്ലാന്റ് മിസ്സായിട്ടുണ്ട്. മിസ്സായത് പറഞ്ഞാൽ നമുക്ക് നോക്കാത്ത പ്രശ്നമാണ്. അവിടെ വരാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ 2 പ്ലാന്റ് മിസ്സായിട്ടുണ്ട്. ആ 2 പ്ലാന്റുകളിൽ നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഇത് തായ്പിങ്ക് പേരയാണ്. തായ്പിങ്ക് പേര അത്യാവശ്യം കായുള്ള പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ കായ കഴിഞ്ഞതാണ്. നല്ലൊരു മാവാണ്. കാലാപ്പാടി പെട്ട മാവാണിത്. വിയറ്റ്നാമിലെ പ്ലാവാണിത്. ഇതിപ്പോൾ എത്ര ഗ്യാപ്പിലാണ് വെച്ചേക്കണത്? ഇത് ഒരു ഗ്യാപ്പ് ഒരു 10 അടി ഗ്യാപ്പിലാണ്. 10 അടി, ചിലത് 8 അടി ഉണ്ടാവും, ചിലത് 10 അടി ഉണ്ടാവും. പലത് പല ഗ്യാപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇത് റംബുട്ടാൻ, NIT റംബുട്ടാനാണ്. ഇത് കായ്ച്ചതാണല്ലോ അല്ലേ? പ്രാവശ്യം കായ്ച്ചു പോയതാണ്. ഇത് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് നമുക്ക് ഇവിടെ കലക്കാൻ വേണ്ടിയിട്ടേ പച്ചച്ചാണകം ഇട്ട് കൊടുത്തുള്ളത്. ഇത് സപ്പോട്ടകൾ സൂപ്പർ തായ് ജമ്പ സപ്പോട്ടയാണ് കേട്ടോ. ഇതണ്ട, ഇത് തായ് ജമ്പ സപ്പോട്ട കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടെന്ന് പറയാം. ഇത് ഡൻസൂര്യ കണ്ടില്ലേ? ചുവപ്പ് ചോളുള്ള ചക്ക, കുളമ്പ് മാവാണ് കേട്ടോ. ഇത് വിയറ്റ്നാം മെർലി. ഇത് വിയറ്റ്നാം മെർലി. ഇത് കായ്ച്ചുണ്ടാവണം. ഇത് വിയറ്റ്നാം മെർലി. അതെ, മാവുകളുണ്ട്. ഇതപ്ലാവ് ഇതുണ്ട്. ഇത് നോക്കാത്തൊരു വിഷയം കാരണമാണ്. ഇതുണ്ടോ ഈ വള്ളി. ചെറിയ പ്ലാന്റുകളിലും നമ്മൾ ചെയ്യാറില്ല. വലിയ പ്ലാന്റുകളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതുണ്ടോ ഒക്കെ വലിയ പ്ലാന്റ് മാവുകൾ തന്നെ. നമ്മൾ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വിയറ്റ്നാം മെർലി. പിന്നെ അവിടെ അബിയുണ്ട്, പേരുണ്ട്. ഇതിപ്പോ ഈ വളങ്ങൾ എങ്ങനെയാണ് 2 മാസം കൂടുമ്പോഴാണ് ഏതാ ഈ ചെയ്ത് കൊടുക്കുന്നത്? ഇതിപ്പോ നമ്മൾ അവർ പറയുന്ന സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവർ പറയുന്ന സമയത്ത് എല്ലാം മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ആ മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ ഈ പണിക്കാരെ കൂലിയും ആ വളത്തിന് പൈസ വാങ്ങുന്നുള്ളൂ. ഇതിലിപ്പോൾ എല്ലായിടത്തും ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ. ഇത് അർക്കാക്കിരൺ പേര. ഇത് അബിയു, വലിയ അബിയാണ് വെച്ചിട്ടുള്ളത്. കാരണം 8 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇത്രയും വലിയ പ്ലാന്റുകളായില്ലേ. ഇത് ടാലൻറ്റിൻ്റെ ചാമ്പയാണ്. ഇവരെ ഒരു ഗാർഡനിൽ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോകണില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടാണ് ഒരു ഗാർഡൻ, ആരണ്യകം. അവിടെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇതാണ് കാണിക്കുന്നത്, ഒരു പ്ലാന്റേഷൻ. ഇത് നമ്മൾ റംബുട്ടാൻ പോയതാണിത്. പുതിയത് വെച്ച് കൊടുത്തല്ലോ? പുതിയത് വെച്ചതാണ്. ഇത് റംബുട്ടാൻ അത് NIT ആണ്. അതാ നമ്മൾ 2 പ്ലാന്റാണ് പോയിട്ടുള്ളത്. ആ 2 പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. തായ്ലൻഡ് ഓട്സ് സ്റ്റെപ്പായിട്ട് പ്ലോട്ട് കിടക്കണം. അതെ, ഇത് അങ്ങോട്ട് മേലോട്ട് അത്ര ആ സ്ഥലം അവരുണ്ട്. കൂടുതലും ഈ പ്ലാന്റേഷൻ ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ നഴ്സറി ചെയ്യുന്നതിന് താല്പര്യമില്ല എനിക്ക്. ചെറിയ പ്ലാന്റുകൾ നമ്മൾ വെക്കുന്ന പരിപാടിയില്ല. ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് വെക്കുന്നത്. എല്ലാവരും റേറ്റ് നോക്കിയിട്ട് ചെറിയ പ്ലാന്റാണ് വെക്കാറ്. പക്ഷേ ആ ഗ്രോത്തിനുള്ള വളങ്ങൾ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് പൈസ ചിലവുണ്ട്. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളം ചെയ്യുമ്പോൾ ആ വളം ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ വലിയ ചെടി വാങ്ങിച്ചു വെക്കുകയാണ്. പക്ഷേ എപ്പോഴും സമയം വേസ്റ്റാണ്. അത് നമുക്ക് പെട്ടെന്ന് ഇതിപ്പോൾ 8 മാസം മുമ്പ് വെച്ച സാധനങ്ങൾ
അവർ ഫ്രൂട്ട് മാങ്ങ വെച്ച് കഴിച്ചു എന്ന് പറയും. അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്പർ ഒന്ന് പറയാൻ പറ്റും? 9400503039. അല്ല, എപ്പോൾ വിളിച്ചാലും 24 മണിക്കൂർ കിട്ടും. നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ അതെ. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ലോങ്ങൻ്റെ പ്ലാന്റുകൾ, നമ്മൾ സ്വന്തം ലോങ്ങൻ്റെ പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറ്റിക്കുരുമുളക് ആണെങ്കിൽ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക്, നമ്മൾ സാധാ കുരുമുളകല്ല, തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊണ്ടുവരുന്നതുണ്ട്. പക്ഷേ അത് പന്നൂര് വണ്ണ്, കരിമുണ്ട, അങ്ങനെ കുറച്ച് കുരുമുളകുകൾ ഐറ്റംസ് നമ്മൾ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. പിന്നെ കുറേ ഐറ്റംസ് നമ്മൾ അറിയുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണം, അറിയുന്ന ആൾക്കാരിൽ നിന്നും സപ്ലൈ ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ ഈ ലോക്കൽ പ്ലാന്റുകളൊന്നും നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ലോക്കൽ പ്ലാന്റ് വെച്ച് കൊടുക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ അത് കംപ്ലയിൻറ്റ് വന്നാൽ അതിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ നേരമില്ല. ഇഷ്ടംപോലെ വർക്കുകൾ വരുന്നതുകൊണ്ട് നമ്മൾ പിന്നാലെ പോകാൻ നേരമില്ല. അപ്പോൾ നമ്മൾ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ. ഞാൻ കൃത്യമായ സ്ഥലം പറഞ്ഞുതരാം. നമ്മൾ ഈ തൊഴിലായിട്ടിരിക്കുന്ന നമ്മൾ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ഈ ഒരു എൻജോയ് ചെയ്യാനും താല്പര്യമുള്ള ഒരാൾക്കാർ ഇത് വയ്ക്കുക. നമ്മൾ വിഷരഹിത പച്ചക്കറി, അത് വിഷരഹിത ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, ഫ്രൂട്ട് കഴിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ.